പ്രിയ ദേശനിവാസികളെ, അല്പസമയം സുവിശേഷം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം ഞങ്ങളുടെ ഈ ആര്യങ്കാവ് ദേശത്തെ പ്രസംഗിക്കുമ്പോൾ മരണമുള്ള എല്ലാവരും ഞങ്ങളെ അല്പനേരം ശ്രദ്ധിച്ചുകൊള്ളുവിന്. നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കുന്നു. ഒരു ദിവസം നമ്മൾ മരിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ വിചാരം ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും നേടുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിതം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്കൊരു സ്ഥിരവാസമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ജനിച്ച നാൾ മുതൽ മരണം നമ്മുടെ കൂടെയുണ്ട്. ജനിച്ച നാൾ മുതൽ മരണത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന അനുഭവത്തെ ഭയപ്പെട്ട് നമ്മൾ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ഈ ഭൂമിയിലെ മരണത്തിന് ശേഷമാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമാണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, ആനന്ദിക്കുന്നു, നാളെ ചത്തുപോകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഉണ്ടെന്നും ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിലെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് പാപമില്ലാത്ത ദൈവത്തിനോട് കൂടെ എന്നേക്കും ജീവിക്കുവാനുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ഒരിക്കൽ കൂടെ പറയാം, ഭൂമിയിലെ 50, 60, 70 വർഷത്തെ ആയുസിന് ശേഷം നമ്മൾ ഈ ഭൂമിയിൽ മരിക്കുകയാണ്. എന്നാൽ മരിച്ചതിന് ശേഷം നമ്മുടെ പുരോഹിതന്മാർ അടക്കുന്നു. അടയ്ക്കതിന് ശേഷം എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ബന്ധുക്കൾ മടങ്ങി വരുന്നു. എന്നാൽ പ്രിയപ്പെട്ട, അതല്ല സത്യം. നാം മരിച്ചതിന് ശേഷം ഇവിടെ അടക്കപ്പെടുന്നുവെങ്കിലും ലോകാവസാന ദിവസം, ഒരു ദിവസം ലോകം അവസാനിക്കുന്ന മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരിച്ചവരെല്ലാവരും ഒരു ദിവസം ഉയർത്തെഴുന്നേക്കും. ഞങ്ങൾ കണ്ണൂരിൽ പോയി പ്രസംഗിക്കാറുണ്ട്. അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറുമ്പോൾ അതിന്റെ മറ്റേന്ന് ഞങ്ങൾ ഇങ്ങനെ പറയും, കൊന്നവരും കൊല്ലപ്പെട്ടവരും നാളെ ഒരുപോലെ എഴുന്നേറ്റ് വരും. അതേ പ്രിയപ്പെട്ടവരെ, കൊന്നവരും കൊല്ലപ്പെട്ടവരും ഒരുപോലെ എഴുന്നേറ്റ് വരും. നമ്മൾ അകൃത്യം ചെയ്ത എല്ലാ വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ മരിച്ചതിന് ശേഷം കണക്ക് തീർക്കണം എന്ന് പറ്റി കഴിഞ്ഞാൽ, മരിച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തരും ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അടക്കപ്പെട്ട കല്ലറയിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ സകല രഹസ്യത്തിന്റെ കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഇതറിയാതിരുന്ന ഒരു ജീവിതം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ച് ഹിന്ദുമത വിശ്വാസത്താൽ ജീവിച്ച് മറ്റുള്ളവരെ പരിഹസിച്ച് നിന്ദിച്ച് അഹങ്കാരത്തോടെ പാപം ചെയ്ത് കടന്നുപോയ ഒരു മനുഷ്യനാണ്. ഉന്നത ഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആരെയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. വഴിത്തലകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരെ ഞാൻ പുച്ഛത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്താണ്? ഞാൻ സാഹിത്യത്തിന്റെ തത്വജ്ഞാനത്തിന്റെ ആത്മാവിൽ വിരാജിച്ചിരുന്നു. ഇന്നേവരെ ലോകം കണ്ടെത്തിയിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടെന്താണ് മറ്റുള്ളവരെല്ലാം വെറും ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ കൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിന്റെ അനുഭവം എന്താണ്? നിങ്ങൾക്ക് സമാധാനമില്ലാതെ അലയുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾക്ക് എന്താണ്? താഴ്മയില്ല. അതേ, നിങ്ങൾക്ക് എന്താണ്? നഗള ഹൃദയമാണ്. അഹങ്കാര ഹൃദയമുള്ള ഒരാൾക്ക് പോലും സമാധാനമില്ല. ആകിയാൽ ഞാൻ നിങ്ങളോട് 1-2 കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, എന്നെ അറിയാം. ഞാൻ സ്കൂൾ ജീവിതത്തിൽ തൊട്ട് ഒരു മനുഷ്യനെ അറിയായിരുന്നു. വളരെ ശക്തമായിരിക്കുന്ന ശരീരമുള്ള ഒരു ക്രിസ്തീയ മതവിശ്വാസിയും. അവൻ എന്താണ്? അയൽക്കാരോടും മറ്റുള്ളവരോടും വഴക്കുണ്ടാക്കുമായിരുന്നു. അവൻ കൂടുതൽ വളർന്നു, യൗവനക്കാരനായി വിവാഹം കഴിച്ചു. വിവാഹബന്ധം വേർപിരിയേണ്ടി വന്നു. അവൻ സകല മനുഷ്യർക്ക് ശത്രുവായിട്ട് തീർന്ന് അവന് ആ ശരീരത്തിന്റെ ബലത്തിൽ അഹങ്കരിച്ചെങ്കിൽ അവസാന സമയങ്ങളിൽ ശരീരത്തിന്റെ കഠിനമായിരിക്കുന്ന വേദനകളിൽ ആരും സഹായിപ്പാനില്ലാതെ അവരെന്താണ്? കഠിനമായിരിക്കുന്ന വേദനകളും നിന്ദകളും വെച്ച് മരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നിങ്ങളുടെ ശരീരത്തിന്റെ ബലം കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ ഈ ശരീരം തന്നെ നാളെ നിങ്ങൾക്ക് ദുഃഖമായിട്ട് തീരും. അല്ല, ഒരു പെൺകുട്ടി തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നെങ്കിൽ ആ സൗന്ദര്യം തന്നെ അവർക്ക് ദുഃഖമായിട്ട് തീരും. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ അഹങ്കരിക്കുന്നെങ്കിൽ സമ്പത്ത് നിനക്കെന്താണ്? അവസാനം ശാപമായിട്ട് തീരും. ഒരുവൻ അവന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അഹങ്കരിക്കുന്നുവെങ്കിൽ ദൈവമാണ് സകല അധികാരങ്ങളും നൽകിത്തരുന്നത്. യേശുക്രിസ്തുവിനകത്തെ സകല അധികാരങ്ങളും ലോകത്തിൽ വാഴുന്നത്. ഒരുവനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അധികാരം. ഒരുവനെ പ്രധാനമന്ത്രി പദത്തിൽ അയക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അധികാരം. ഒരുവനെ ഗവൺമെന്റ് തലത്തിലോ മറ്റൊരു തലത്തിലോ നിങ്ങൾക്കൊരു അധികാരം നൽകിത്തരുന്നത് യേശുക്രിസ്തുവിന്റെ കരുണ. എന്നാൽ നിങ്ങൾ ആ നിയമങ്ങൾക്ക് വിട്ട് നിങ്ങൾ സ്വാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഹങ്കാരം മനുഷ്യരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഈ കണക്ക് കൊടുക്കുന്ന ആള്, അതേ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഓരോ ദിവസത്തെയും കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പങ്ക് ഓഹരി നമ്മൾ കവർന്നെടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ നമ്മൾ പീഡനത്തിലേക്ക് നടത്തിയിട്ടുണ്ട്. നമ്മൾ അവരുടെ നീതിയെ അടച്ചു കളഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമല്ലാത്തിനെ ആരാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കരുണ എന്തെന്നറിയാമോ?
ഇതെല്ലാം നമ്മൾ ചെയ്തുവെങ്കിലും നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരാമെന്നൊരു ഭാഗ്യത്തോട് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ഭൂമിയിലെ ജീവിതമല്ല യഥാർത്ഥമായിരിക്കുന്ന ജീവിതം. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ട്. മരിച്ചതിന് ശേഷം എല്ലാവരും ഉയർത്തെഴുന്നേക്കുന്ന ദിവസമുണ്ട്. ഉയർത്തെഴുന്നേക്കുന്ന ദിവസം നമ്മുടെ സകല രഹസ്യങ്ങളെ കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഭയത്തോടും നമുക്ക് തന്നിരിക്കുന്ന നിയമത്തിന് കീഴടങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം, മരിക്കപ്പെട്ട സമാധാനം, മരിച്ചതിന് ശേഷം സമാധാനം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ കണ്ണുകളായിരിക്കുന്നത്? തിന്നുക കുടിക്കുക എന്നാണ്, ചത്തുപോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലെ ഈ കാര്യങ്ങൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് പാപം ചെയ്ത് ജീവിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവഭയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മരിച്ചതിന് ശേഷം എന്നെ കുറ്റം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവില്ലാതെ നമ്മളെല്ലാവരും താന്റെ വഴികളിലൂടെ അവസാനം മരണത്തിന് മുമ്പിൽ വികൃതിയോടെ കഴിയുകയാണ്. ഒരിക്കൽ 83 വയസ്സുള്ള ഒരു മിലിറ്ററി ഓഫീസർ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു പോകാനുണ്ട്. ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല, കൂട്ടുകെട്ടുമില്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴേ ഈ 83 വയസ്സുള്ള നല്ല ശക്തമായിരിക്കുന്ന ശരീരമുള്ള ഈ മിലിറ്ററി ഓഫീസറെ ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ നിലവിളിക്കുകയാണ്. അദ്ദേഹം ഒരു മർത്തോമ സഭ വിശ്വാസിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയപ്പെട്ടവരെ, യൗവനത്തിലും നമ്മുടെ മഹത്വത്തിലും ഔദ്യോഗികമായിരിക്കുന്ന അനുഭവത്തിലും പാപം ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് എന്നും തുടരുമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ 83 വയസ്സുള്ള മിലിറ്ററി ഓഫീസറിനോട് മരണസമയത്ത് എന്നോട് പറയുകയാണ്, മോനെ, ഞാൻ എന്തുമാത്രം പാപം ചെയ്തിട്ടുള്ളവനാ, അയ്യോ ഞാൻ മനുഷ്യരോട് എന്തുമാത്രം പാപം ചെയ്തിട്ടുള്ളവനാ, ഞാൻ ചെയ്തതിന് അത്രയും ക്രൂരത മറ്റാരും ചെയ്തിട്ടില്ല, ഈ പാപം എവിടെ കൊണ്ട് ഇറക്കി വെക്കും? പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്താണോ ഈ പാപബോധം വരുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണ്? മരണത്തിനപ്പുറം നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വെളിപ്പാട് അവരെ എത്തുന്നു. അതേ മരണസന്നായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം നിലവിളിക്കുകയാണ്, ഞാൻ ഈ മരണത്തിന് ഈ പാപം എവിടെ കൊണ്ട് ഇറക്കി വെക്കും? അതേ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി നമ്മളെ കാത്തിരിക്കുന്നു. ഇതാ നമ്മുടെ മെക്സിക്കോയിലെ ആസ്റ്റക് വർഗ്ഗക്കാരെന്ന് പറഞ്ഞ ഒരു സമൂഹമുണ്ട്. അവരെന്താണ്? അവർക്ക് അടിമകളുണ്ട്, നല്ല ശക്തന്മാരായിരിക്കുന്ന മൃഗതുല്യമായിരിക്കുന്ന കരുത്തുള്ള അടിമകള്. അവരെ അവർ അടിമകളാക്കി പിടിക്കുന്നു, അടിമ വേല ചെയ്യിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ ദേവന് ബലി കഴിപ്പാനായിട്ട് ഇവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ അവരുടെ ദേവന് ബലി കഴിപ്പാനുള്ള സമയമാകുമ്പോൾ 1 മാസമോ 2 ആഴ്ചയോ ഈ യൗവനക്കാരെ, ഈ ചെറുപ്പക്കാരെ, അടിമകളെ തുറന്നു വിടും. അവൻ ഇഷ്ടം പോലെ തിന്നാൻ, കുടിക്കാം, ആനന്ദിക്കാം. ഭൂമിയിലെ എല്ലാ സമാധാനവും ഈ ഭൂമിയുടെ എല്ലാ സമ്പത്തും അല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ പാപസുഖവും അനുഭവിക്കാൻ അവരെ സ്വന്തമാക്കിയാണ്. അയ്യോ, ഈ പാവപ്പെട്ട മനുഷ്യൻ വിചാരിക്കാൻ ഇതാ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് തിന്നുക കുടിക്കുക നാളെ ചത്തുപോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താണ്? മുമ്പിലിരിക്കുന്ന വിപത്തിനെ കാണാതെ ഭൂമിയിൽ പാപം ചെയ്ത് ഉളച്ചു മതിക്കുമ്പോൾ ഒരു ദിവസം അവന്റെ അധികാരികളൊന്നും അവരെ എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ ദേവന് ബലി കഴിക്കുന്നത് പോലെ നമ്മൾ ഓരോ ദിവസം തിന്നും കുടിച്ചും ആനന്ദിച്ചും മറ്റുള്ളവരെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും സത്യദൈവത്തെ അന്വേഷിക്കാതെ ഈ ലോകത്തിൽ എന്താണ് പുഴുക്കളെ പോലെ ചുളയ്ക്കുമ്പോൾ ഒരു ദിവസം മരിച്ചിട്ട് നരകാക്കിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് തീർന്നു പോകുകയല്ലയോ? ഓരോ ദിവസം കഴിയുന്നതോറും മരണത്തിന്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം, മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? സത്യമായിട്ടും ദൈവം ആരാണ്? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരോ? അവനാകുന്നു ദൈവം. അവൻ ദ്രവിച്ചു പോകാത്തവനാണ്, എന്നേക്കും ജീവിക്കുന്നവനാണ്. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനും ഇന്നുള്ളവനും നാളെ ലോകാവസാനത്തിന് ശേഷം ഉള്ളവനും നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും സകലവും നൽകി തരുന്നവനായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കണം. അതാണ് ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ചരിത്രമുണ്ട്. നിങ്ങളെല്ലാം പുറമേ കാണുമ്പോഴുള്ള സന്തോഷമേ ഉള്ളൂ. പുറമേ കാണുമ്പോൾ നിങ്ങളെല്ലാം ചിരിക്കുന്നവരാണ്. അയ്യോ, പുറമേ കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരാണ്. ദൈവം തന്ന ശരീരത്തിന്റെ കരുത്ത് വെച്ച് മറ്റുള്ളവരെ അടിച്ചൊതുക്കുന്നവരാണ്. ദൈവം തന്ന ബുദ്ധിയും മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങൾ തന്നുകൊണ്ട് മറ്റുള്ളവരെ നിരസിക്കുന്നവരാണ്. ദൈവം തന്നെ അധികാരത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ എന്താണ് കാഴ്ചകൾ ചവിട്ടുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കടകൾ അടച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നൊക്കെ നിങ്ങൾ ഏകനായിട്ട് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ കഠിനമായിരിക്കുന്ന വേദന കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ എല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാളെ പറ്റിയുള്ള വിചാരങ്ങള്, കടബാധ്യതകള്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള നിലവിളികള്, കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങള്. പ്രിയപ്പെട്ട പുരുഷന്മാര് ക്രൂരന്മാരാകുന്നതിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? പാപമാത്രേ. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നു. ആ മനസാക്ഷിയുടെ കുറ്റം വിധിയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നിങ്ങൾ തന്നെ ക്രൂരന്മാരായിട്ട് തീരുകയാണ്. ഭർത്താക്കന്മാര് ഭാര്യയെ തല്ലുന്നു, ഭാര്യയെ കരുണയോടെ ഓർത്തവളെ പരിപാലിക്കുന്നവൻ ഭാര്യമാരെ തല്ലുന്നതിന്റെ കാരണം നിന്റെ പാപം
അത്രേ. പാപം ചെയ്യുന്നതോറും നമ്മുടെ കരുണ നഷ്ടപ്പെടുകയാണ്. പാപം ചെയ്യുന്നതോറും നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. അതേ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട കരുണയും സ്നേഹവും ആദരവും നമ്മൾ മാറിപ്പോയിട്ട് നമ്മൾ മൃഗങ്ങളെക്കാളും വേച്ചന്മാരായിട്ട് തീരുകയാണ്. അതേ പാപം ചെയ്യുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങത്തില്ല. പാപം ചെയ്യുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ കഴിയുന്നില്ല. പാപം ചെയ്യുന്ന മക്കളോ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അനേക യൗവനക്കാർ റോഡ് വെക്കൽ നശിച്ചു പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിന്. എന്റെ പ്രിയപ്പെട്ടവരെ, 34-ാമത്തെ വയസ്സിലായി വചനം എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അപ്പൊ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ എന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ ഞാൻ ഒത്തിരി കരഞ്ഞു. എന്റെ കർത്താവെ, ആ ജീവിച്ചപ്പോൾ എന്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് അവരെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നു, അവരെ കുറച്ചുകൂടെ ബഹുമാനിപ്പാൻ കഴിയാം. നിങ്ങൾ ചരിത്രം നോക്കും പ്രിയപ്പെട്ടവരെ, ഓരോ കുഞ്ഞുങ്ങളും റോഡിൽ പൊലിച്ചു പോകുമ്പോഴും ഓരോ കുഞ്ഞുങ്ങളും നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ട് നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യമെന്നാണ് തിരിഞ്ഞു നോക്കിക്കളവിന്. നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതെ സാന്താന്റെ വഴിക്ക് ജീവിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകുന്നില്ല. ആകയാൽ എന്താണ് നന്മയും ദീർഘായുസും ഉണ്ടാകുന്നതിന് കുഞ്ഞുങ്ങളെ അമ്മയപ്പന്മാരെ ബഹുമാനിച്ചുകൊള്ളുവിന്. ഈ നിയമമെല്ലാം ബൈബിളിൽ നിന്നാണ് വരുന്നത്. ബൈബിളിൽ എഴുതപ്പെടാത്ത ഒരു നിയമവും ലോകത്തിൽ വ്യാപരിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പ്രശ്നത്തിന്റെ കാരണം എന്ന് അറിയാമോ? ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുമ്പ് അത്രേ ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യനുണ്ടായി വന്നത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കിയത് ജീവശാസ്ത്രം മൂലി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതെങ്കിലും നിർത്തി. ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞത് വഴി ഈ സർവ്വഭൂമിയും സാത്താന്റെ അധികാരത്തിലേക്ക് വന്നു. അവന്റെ രക്തത്തിൽ പറഞ്ഞ നമ്മളെല്ലാവരും ഭൂമിയിൽ പാപം ചെയ്ത് നരകാക്കിയിലേക്ക് ഒഴുകി പോകുമ്പോഴേ ലോകാവസാനത്തിൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന പുത്രനെ ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കി. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമന്ന് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് മരിച്ചു. നോക്കുവിൻ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേൽപ്പാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ ലോകത്തിലുള്ള മരണമുള്ള എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചിരിക്കുന്നു. നീ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ തമിഴ്നാട്ടുകാരോ മലയാളികളോ ഇന്ത്യക്കാരോ ബംഗ്ലാദേശികളോ ആരുമായിക്കോട്ടെ, മരണമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചെന്നുള്ള ഈ സാധുവർത്തമാനം ദേശത്തോട് ഘോഷിക്കുകയാണ്. അങ്ങനെ ലോകാവസാനത്തിൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് അയക്കുകയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അവൻ നമ്മുടെ അനവധിയായിരിക്കുന്ന പാപങ്ങളെ സ്വയം ചുമന്നുകൊണ്ട് ക്രൂശിന്മേലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ഔട്ട്, ദൈവം സ്നേഹമാകുന്നുള്ള വചനം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ ആ ഗോൽഗോഥാ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ ഭൂതാളിമരവൻ ക്രൂശിൽ തൂക്കിക്കടന്നുകൊണ്ട് നിലവിളിയോടുകൂടെ മരിച്ചതിന് കാരണം അവൻ നിന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട, ദൈവം എങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചത്? തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവില് നിന്റെ പാപങ്ങളെ ചുമത്തി നിന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം അവന്റെ മേൽ കൊടുത്തു. അടിയേറ്റ് അവന്റെ ശരീരം തകർക്കപ്പെട്ടു, മുഖത്ത് തുപ്പലേറ്റ് അവൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ എടുത്തുകൂടാൻ കഴിയാത്ത നമ്മുടെ പാപച്ചുമടായിരിക്കുന്ന മരകുരിശം ചുമന്നുകൊണ്ട് ഗോൽഗോഥാ മലമുകളിലേക്ക് പോവുകയും 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികൾ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ മരിക്കുകയും ചെയ്തു. എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഉപദേശി എന്ന രീതിയിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ച് കടന്നു പോവുകയാണ്. എന്നാൽ ഇന്നും നാളെയുമായിട്ട് നമ്മൾ എല്ലാവരും മരണം വഴിയായിട്ട് ഭൂമി വിട്ടു പോകും. എന്നാൽ മരിച്ചതിന് ശേഷം ലോകാവസാന ദിവസം യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ പ്രസംഗിക്കുന്ന വിജയഗോപാൽ എന്ന പേരോടുകൂടി ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പ്രസംഗത്തിന് കണക്ക് തീർക്കുന്ന ആളുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഞങ്ങളെന്നാണ് ആ ഭ്രാന്തന്മാരായിട്ടല്ല പ്രസംഗിക്കുന്നത്. നല്ല കൃത്യതയും വ്യക്തതയുമായിട്ട് ഭരിച്ചതിന് ശേഷമുള്ള നിത്യസ്വർഗവും നിത്യനരവും കണ്ടുകൊണ്ട് നിങ്ങളെ നരകാക്കിയിട്ട് വീണ്ടെടുക്കേണ്ടതിന് സുവിശേഷം അറിയിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കുന്നു, നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചിരിക്കുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്യണം? നീ ചെയ്യണം. എന്ത് ചെയ്യണം? ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിൽ നമ്മളോട് സമാധാനം വന്നെത്തിയിരിക്കുന്നു. ആകയാൽ സമാധാനത്തിന്റെ വഴിയിലേക്ക് നീ പ്രവേശിക്കേണ്ടതിന് ആ യേശുക്രിസ്തു അടക്കപ്പെട്ടുവെങ്കിലും മരണഭാഷകളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരാനുള്ള സമയമായിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉന്നത ഭാവങ്ങളൊക്കെ താഴും കേട്ടോ. അവൻ പറയുന്നു, എന്താണ് സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയും. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എല്ലാവരും അവന്റെ മുമ്പിൽ മുഴങ്കാലും മടക്കണം. നീ ദൈവമല്ലെന്ന് പറഞ്ഞവരും സുവിശേഷത്തെ തള്ളിക്കളഞ്ഞവരും എല്ലാ ഉന്നതന്മാരും അവന്റെ മുമ്പിൽ മുഴങ്കാലും മടക്കുമ്പോൾ നിന്റെ കാര്യം ബലപ്പെട്ടിരിക്കേണ്ടതിന് ദൈവം നിന്നോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന ഇതാണ്, മാനസാന്തരപ്പെടണം. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും അവന്റെ മടങ്ങി വരെ താമസിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. നമ്മൾ മാനസാന്തരപ്പെടാത്തപ്പോഴാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ നമുക്ക് പിന്നെ നിത്യ നരകവിധിയുള്ളൂ. ആകയാൽ ദൈവം
ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിനക്ക് മാനസാന്തരത്തിനായിട്ട് ഒരു ദീർഘക്ഷമ തന്നിരിക്കുകയാണ്. ആകിയാൽ എന്താണ് മാനസാന്തരം എന്നറിയാമോ? കള്ളുകൂടി നിർത്തുന്നതല്ല മാനസാന്തരം പ്രിയപ്പെട്ടവരെ. പിന്നെയോ ഇന്നേ വരെ പാപമോചനം നൽകി തരാൻ കഴിയാത്ത നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളുടെ മതവിശ്വാസത്തെ അനുവർത്തിച്ചിട്ടും പാപികളും ദോഷികളും എന്നുള്ള പദവിട്ട് രക്ഷ കിട്ടാത്ത നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അനുവർത്തിച്ചിരിക്കുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും ഇന്നും രാഹുകാലത്തിന് പോലും രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത നിങ്ങളുടെ മതപാരമ്പര്യങ്ങളും നിങ്ങളുടെ പൗരത്വങ്ങളും തള്ളിക്കളഞ്ഞ് കുലമഹിമകളും കുടുംബമാഹിമകളും തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നിന്റെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മരിച്ചതിന് ശേഷം ഇവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചു. സത്യം പറയുന്നവരെ നിങ്ങൾ വെറുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളൂ. മരിച്ചവരുടെ കല്ലറയിൽ വണങ്ങുന്നതും മരിച്ചു പോകുന്ന പുരോഹിതന്മാരെ പിതാവ് എന്ന് വിളിക്കുന്നതും കുറ്റകരമായിരിക്കുന്ന തെറ്റാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിലേക്ക് തിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പാപമോചനം ലഭിക്കേണ്ടതിന് യേശുക്രിസ്തുവിനോട് ക്രൂസിൽ മരിപ്പാൻ സ്നാനം വൈകിട്ട് 6 മണി വരെ പ്രസംഗിക്കാൻ പക്ഷെ ഞങ്ങൾ നിർത്തിയ അങ്ങനെ സ്നാനം ഏൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വേണമോ? ആർക്കെങ്കിലും പാപമോചനം വേണോ? ആർക്കെങ്കിലും സമാധാനം വേണോ? തകർന്നിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ ഉയർത്തുവാന് തകർന്നു പോയ നിന്റെ ജീവിതങ്ങളെ നിരപ്പാക്കിയെടുക്കാൻ കഴിയുന്ന കർത്താവിലേക്ക് തിരിയും പ്രിയപ്പെട്ടവരെ. 1000 ആണ്ട് കഴിഞ്ഞ് ഇങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയവന്റെ അതേ ആത്മാവ് നമുക്ക് തരും. അതിന് ഉയർത്തെഴുന്നേറ്റ് അതേ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം ഇതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണത്തെ നമ്മൾ ജയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ നീതിയോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് പലർക്കും അറിയാം പാപം ചെയ്യരുത്, പക്ഷെ പാപം ചെയ്തു പോകുക. നിങ്ങൾക്ക് പലർക്കും അറിയാം കുറ്റം ചെയ്യരുത്, പക്ഷെ കുറ്റം ചെയ്തു പോകുക. ഒരു നായ കുരയ്ക്കേണ്ടത് ആഗ്രഹിച്ചാലും കുരയ്ക്കുന്നത് പോലെ പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും പാപം ചെയ്യുന്നവരെ ആ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിലേക്ക് തിരിച്ചുകൊള്ളുവിന് അവൻ നമുക്ക് ആശ്വാസ കാലങ്ങളെ നൽകിത്തരും. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ അവൻ മായ്ക്കും. പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ ആരായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും കൊടിയ പാപികളായിരുന്നു ഞങ്ങളെ പോലെ പാപം ചെയ്തവർ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ നാളിൽ അവന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിൽ നിന്ന് കുറ്റമറ്റ ഒരു മനസാക്ഷി തന്നിരിക്കുന്നു. എന്റെ പേര് വിജയഗോപാൽ. അഹങ്കാരത്തോടുകൂടെ കടന്നുപോയി 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാസമയം 2002 ഡിസംബർ 27-ാം തീയതി വൈകിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു, ഇന്ന് രാത്രി ഒരു തുണ്ട് കയറിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും തീരുമാനിച്ചുറച്ചപ്പോൾ എന്റെ ഭാര്യ അറിഞ്ഞില്ല, എന്റെ കുഞ്ഞറിഞ്ഞില്ല, എന്റെ കൂട്ടുകാരറിഞ്ഞില്ല, യാചകന്മാർ തൊട്ട് MLA വരെമാർ എനിക്ക് സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവരാരും എന്റെ വേദന തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കിലോമീറ്റർ അകലെ നിന്ന് യാക്കോബയ സഭയെ വിട്ട് പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും കള്ള ഉപദേശങ്ങളെ വിട്ട് ബൈബിളിലേക്ക് തിരിഞ്ഞ് കപ്പ്യാര് പദവി വേണ്ടാന്ന് വെച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വന്ന മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ എന്നെ തേടി കടന്നു വരികയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതിയെന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന് ഒരു വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബയെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെ തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനമാണ് 23 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് ഈ ദൈവസ്നേഹം പ്രസംഗിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർത്തത്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും ജന്മഭാവങ്ങളും മായ്ച്ചു കളഞ്ഞ് നമ്മുടെ സകലവിധമായിരിക്കുന്ന ദുരാത്മകളുടെ മേലേക്ക് ഉയർത്തും. രാജകാലത്തിന് എന്റെ മേൽ അധികാരമില്ല, ആ വിചാരങ്ങൾക്ക് എന്റെ മേൽ അധികാരമില്ല, ഈ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അല്ലെങ്കിൽ ആകാശത്തിൽ വ്യാപരിക്കുന്ന ഗ്രഹങ്ങൾക്ക് എന്റെ മേൽ അധികാരമില്ല. യേശുക്രിസ്തു സർവ്വശക്തിയുള്ള ദൈവമാകുന്നു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകിയാൽ പ്രിയപ്പെട്ട സാത്താന്റെ മേൽ അധികാരമുള്ള ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. ആകിയാൽ നോക്കുവിന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയുമ്പോൾ പാപവഴികളെ വിട്ട് തിരിയുവാനുള്ള ശക്തി മാത്രമല്ല, സാത്താന്റെ മേലും മരണത്തിന് മേലും കൂടെ ദൈവം ജയം തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രത്യാശ എന്താണെന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. എന്തിനാ ഞങ്ങൾ തിരുവോരങ്ങൾ ഇറങ്ങി പ്രസംഗിക്കുന്നത്? പണ്ട് ഞാൻ ഉപദേശമാരെ കളിയാക്കിയെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ പരിഹാസം ഏൽക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഇന്നാണ് ഞങ്ങൾ ഭരിക്കുന്നതെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ അവൻ ഞങ്ങളെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തടക്കമേറ്റുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിടെ ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ചിറക് വിരിച്ച് നിത്യാനന്ദത്തിലേക്ക് പറന്നു പോകും. ഞങ്ങൾ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും രക്ഷ പ്രാപിക്കണം. അപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കണം.
അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി, നരകവിധി നിങ്ങളെ കാത്തിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് ഉന്നത പാപത്തിലും നഗരഹൃദയത്തിലും അഹങ്കാരത്തിലും മതഭക്തിയിലും പാരമ്പര്യത്തിലും നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ന് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ ഞാൻ പറയട്ടെ, പള്ളിയിലച്ഛനായാലും ശരി, തിരുമേനിയായാലും ശരി, ഞാനായാലും ശരി, ഞങ്ങളെ ശുശ്രൂഷയായാലും ശരി, പാപമോചനം നേടാതെ മരിച്ച ഓരോ വ്യക്തിയും ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേ കായികമായിട്ട് തികയുന്നത് ലോകം അവസാനിക്കും. അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുഖാമുഖം കാണാം. പ്രിയപ്പെട്ടവരെ, എന്നെ കണ്ട നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒന്ന് മുഖാമുഖം കാണാം. അന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ പറയും, കർത്താവേ, ഇവൻ ഞങ്ങളോട് സത്യം പറഞ്ഞതാണ്, ഞങ്ങൾ അംഗീകരിച്ചില്ല, ഞങ്ങളുടെ പുരോഹിതന്മാർ ഞങ്ങളെ സമ്മതിപ്പിച്ചില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളെ വഞ്ചിച്ച് കളഞ്ഞു, ഒരു രക്ഷമില്ല. ഒരു പുരുഷനില്ലയോ? സത്യത്തെ അംഗീകരിപ്പാൻ നിനക്ക് എന്നാ പ്രാപ്തിയില്ലയോ? സത്യത്തെ അംഗീകരിപ്പാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ലയോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയാണ് മരിക്കുന്നെങ്കിൽ, പാപമോചനം കൂടാതെയാണ് മരിക്കുന്നെങ്കിൽ, കണ്ണുനീരോടൊരു കാര്യം പറയാം, അയ്യോ കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കും. പ്രിയപ്പെട്ടെ, കണ്ണുകൊണ്ട് കാണുന്ന ആകാശവും ഭൂമിയും ഒരു ഇടിപ്പഴക്കത്തോടെ മാഞ്ഞു പോകും. അന്ന് മരിച്ചടക്കപ്പെട്ട എല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും നമുക്ക് അവൻ പരസ്യപ്പെടുത്തി തരും. നമ്മുടെ എണ്ണമില്ലാത്ത പാപങ്ങളെ അവൻ കാണിച്ചു തരും. നമുക്ക് ഗവൺമെന്റ് തരുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമത്തിനൊത്തവണ്ണ ശമ്പളമല്ലാതെ ആരെങ്കിലും നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ കണക്ക് തീർക്കുന്ന കാലമുണ്ട്. അമ്മയപ്പന്മാരെ, മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ കണക്ക് തീർക്കണം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കണക്ക് തീർക്കണം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കണക്ക് തീർക്കണം. പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി അവൻ നമ്മുടെ രഹസ്യങ്ങളെ ന്യായവിധിച്ച് നിത്യമായിരിക്കും നരകത്തിലേക്ക് നിറഞ്ഞു കളഞ്ഞാല് അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, ഭൂമിയില്ല. പ്രിയപ്പെട്ടവരെ, കാലവും സമയവും ഇല്ലാത്തത് കൊണ്ട് ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. പുരോഹിതന്മാരുടെ ധൂപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല, പിൻകാടികൾക്കും കഴിയത്തില്ല. ആ നരകവിജയം നമുക്ക് മടങ്ങി വരവില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമില്ല, ഡെറ്ററിലാണ്, ഇൻഫിനിറ്റിയാണ്. അല്ല ഭൂമിയിലെ 40 50 വർഷം തന്നെ മടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ കോടാനുകോടി വർഷം കഴിയാനും തീരാത്ത നരകവിധിയിലേക്ക് നീ എന്നേക്കമായിട്ട് ഈ നരകത്തെ കടന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് പ്രസംഗിച്ചില്ലെങ്കിൽ കുറ്റക്കാരാ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം ഘോഷിപ്പാൻ കഴിയത്തുള്ളൂ. റാന്നിയിൽ നിന്ന് 110 കിലോമീറ്റർ ഓടി ഇവിടെ വന്ന് നിങ്ങളെ അറിയിക്കാമെന്നെങ്കിൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് യേശുക്രിസ്തു സ്നേഹിക്കുന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ആകയാൽ ആ മരണം നിനക്ക് വേണ്ടിയിട്ടായിരിക്കാല് ആ രക്തത്താൽ കുളിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും എന്നേക്കും ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് ക്രിസ്തുവിനോട് വാഴുവാൻ നിങ്ങൾ ജീവിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു.